പത്തനംതിട്ടയിൽ മരിച്ച തിരുവല്ല സ്വദേശി തോമസ് ഉമ്മന്റെ മരണവിവരം ഔദ്യോഗികമായി ഇതുവരെ അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് കുടുംബം പറയുകയാണ്. പത്രവാർത്തയിൽ കൂടിയാണ് വിവരം അറിഞ്ഞതെന്നാണ് തോമസിന്റെ അമ്മാവൻ മോൻസി കൈരളി ന്യൂസിനോട് പറഞ്ഞത്. സുജു ടി ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കുവൈറ്റ് അപകടത്തിൽ പത്തനംതിട്ട ജില്ലയിൽ 4ാമതൊരാളോട് മരിച്ചു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. തിരുവല്ല മേപ്പള സ്വദേശി തോമസ് ഉമ്മനാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉള്ളവർക്ക് ഇതിനെപ്പറ്റി ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ചേരുവാണ്. ഒരു മരണവിവരം കൃത്യമായ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇതുവരെ നമുക്ക് യാതൊരു അറിയിപ്പും കിട്ടിയില്ല. കമ്പനിയുടെ ഭാഗത്തുനിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും യാതൊരു അറിയിപ്പ് കിട്ടിയില്ല. പക്ഷേ ഞങ്ങൾ രാവിലെ പത്രം കാണുമ്പോഴാണ് ആളുടെ ഫോട്ടോ സഹിതം വന്നിരിക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് ഇതുവരെ ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല. അവരുടെ കമ്പനിയിലും അവിടെ കൂട്ടുകാരെയൊക്കെ വിളിക്കുമ്പോഴെല്ലാം അവർ പറയാം എന്ന് പറയുന്നേ ഉള്ളൂ. അല്ലാതെ യാതൊരു അറിയിപ്പും കിട്ടിയിട്ടില്ല. ഇന്നലെ ആരെങ്കിലും വിളിച്ചപ്പം കണ്ട കാര്യങ്ങൾ അവൻ്റെ കൂട്ടുകാരൻ അവൻ്റെ അവിടുത്തെ ഡ്രൈവർ അവനെ കൊണ്ട് റൂമിൽ വിട്ട് കഴിഞ്ഞു. അരമണിക്കൂർ കഴിയുമ്പോഴാണ് ഈ ഡ്രൈവർ ഇതുപോലെ തീ കത്തുന്നത്. അപ്പം ഡ്രൈവർ കാണുന്നത് ഇവൻ ആ ചില്ലിൻ്റെ ആൾ ഇങ്ങനെ എണ്ണിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഫയറിൻ്റെ ആൾ വന്ന് വെള്ളം ഒഴിക്കുന്നു. പിന്നെ ആളിനെ കാണുന്നില്ലെന്നാണ് പറഞ്ഞത്. ഇവൻ പോയി അപ്പോൾ പേഷ്യൻറ്റിനെ കൊണ്ടുവന്ന് അവിടെ പോയി നോക്കിയിട്ടൊന്നും തോമസിനെ കണ്ടിട്ടില്ല. പിന്നെ അവന് യാതൊരു വിവരമില്ലെന്ന് തോമസിനെ കുറിച്ച്. ലൈറ്റ് ഉടമ തിരുവല്ല സ്വദേശിയാണ്. അവരോട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ പറയാം ഞങ്ങളും തിരക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. തോമസ് എന്നായിരുന്നു നാട്ടിൽ വന്നത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് നാട്ടിൽ വന്നത്. വീട്ടിൽ അമ്മയും ഫാദറും ഉണ്ട്, അമ്മയുണ്ട്. അമ്മ രോഗിയാണ്. അമ്മ ഇതുവരെ നമ്മൾ അറിയിച്ചിട്ടില്ല. പിന്നെ വൈഫുണ്ട്, തോമസിൻ്റെ മകളുണ്ട്. പിന്നെ സഹോദരൻ്റെ ഭാര്യയും കുഞ്ഞും. സഹോദരൻ സൗദിയിലാണ്. സഹോദരനും ഇപ്പോഴാണ് അറിഞ്ഞിരിക്കുന്നത്. വിവരമില്ല. സഹോദരനും ന്യൂസ് കണ്ടപ്പോഴാണ് അറിയുന്നതെന്ന് പറഞ്ഞു. സഹോദരൻ ഇന്നലെ രാത്രിയെല്ലാം തിരക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അറിയിക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയാമെന്ന് പറയുന്നേ ഉള്ളൂ. എംബസിന്ന് അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല. നോക്കിയായിട്ടും ബന്ധപ്പെട്ടു. അപ്പോൾ അവരും പറയുന്നത് ഞങ്ങൾ തിരക്കൊന്നുണ്ട്, ആളിനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം എന്ന് പറയുന്നവർ. തോമസിൻ്റെ വീട്ടിലുള്ളവർക്ക് ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. എന്നാൽ പത്രവാർത്തയിൽ കൂടെയാണ് കാര്യം അറിഞ്ഞിരിക്കുന്നത്. എന്തായാലും താങ്ങാനാവാത്ത ഒരു ദുഃഖത്തിൽ കൂടെയാണ് ഈ കുടുംബം കടന്നു പോകുന്നത്.